ഹലോ, എവിടെയാ ഗടിയ നിങ്ങൾ ചിന്തിച്ചോ? ഞാൻ നമ്മുടെ പുത്തമ്പള്ളി, ലൂർദ് പള്ളി, ലത്തിമ്പള്ളി, മിഷൻ ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ പോയി പുൽക്കൂടുകളൊക്കെ കണ്ട് 26-ാം തീയതി അടിച്ചു പൊളിച്ചു. ഒരു പ്രത്യേക വൈബായിരുന്നു. അപ്പം നമ്മൾ പുത്തമ്പള്ളി പോയപ്പോഴേ അവിടെ ഒരു ചേച്ചി കാണണം, പാര് എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളെ വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തപ്പോൾ ഇവിടെ വല്ല പാലുണ്ടോ, പാലും തേനൊക്കെ ഒഴുകുന്നുണ്ടോ പുത്തമ്പള്ളിയിലെ പുൽക്കൂടിലെന്ന് ചിന്തിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ ചേച്ചി തമിഴിലാണ് പാര് എന്നാണ് പറയുന്നത്. നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ വല്ലതും മനസ്സിലാവോ? അല്ല, തൃശ്ശൂർക്കാർ കുറേ പേർക്ക് തമിഴ് അറിയാം കേട്ടോ. അങ്ങനെ പുത്തമ്പള്ളി കഴിഞ്ഞ് ലത്തിമ്പള്ളി പോയപ്പോഴാണ് ദൈവമേ, ദൃശ്യ വിസ്മയമാണ് അവിടെ. കാരണം ഒരു വലിയ കാട് ഒരുക്കിയിട്ടുണ്ട്, ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്, ഒരു സ്നോ വില്ലേജ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര മാത്രം ഭംഗിയുള്ളൊരു പുൽക്കൂട്, അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലത്തിമ്പള്ളിയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലൂർദ് പള്ളിയിൽ പോയപ്പോൾ അവിടെയും ഒരു ആകാശവിസ്മയം തന്നെയാണ്. നക്ഷത്രങ്ങൾ അവിടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നാനോ പുൽക്കൂട്, നക്ഷത്രം, ഓരോ നക്ഷത്രവും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, ഓരോ ഫോട്ടോസായിട്ട് ഞാൻ ഇട്ടിട്ടുമുണ്ട്. അടിപൊളി നക്ഷത്രങ്ങളാണ് ലൂർദ് പള്ളിയിൽ. അതുപോലെ തന്നെ ഞങ്ങൾ മറന്നില്ല, മിഷൻ ഹോസ്പിറ്റലിൽ എപ്പോഴും അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് അവർ പുൽക്കൂടൊക്കെ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അത്ര പോരാന്ന്. എങ്കിലും അവരെ കൊണ്ടാവുന്ന രീതിയിൽ പേഷ്യൻസിനെയൊക്കെ നോക്കണതിൻ്റെ ഇടയിലും തിക്കും തിരക്കിൻ്റെ ഇടയിലും അവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഒരുക്കിയതായിരിക്കാം. അപ്പോൾ ലാസ്റ്റ് പുൽക്കൂട് മിഷൻ ഹോസ്പിറ്റലിലെ പുൽക്കൂടാണ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്.